ഹലോ, ഞാൻ അനുദി. ഇന്നത്തെ ഡിഗ്രി ലെവൽ ഫസ്റ്റ് സ്റ്റേജ് പ്രിലിംസ് എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുന്നു. റാങ്ക് ഫൈല് പോലൊരു ചോദ്യപേപ്പറും അതുപോലെ തന്നെ ഒരു ഒരു ചോദ്യമൊക്കെ അരപ്പുറം ഉണ്ടല്ലേ. ഇതൊക്കെ എപ്പം വായിച്ച് തീരാൻ, എങ്ങോട്ടാണ് പി എസ് സിയുടെ പോക്കൽ, എങ്ങോട്ടാണ് കൊച്ചു കേരളത്തിന്റെ പോക്കെന്ന് കൺസേൺ ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. ഈ പറയുന്നത് കേട്ടിട്ട് എന്നെ വെറുക്കരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. കുറച്ച് ബ്രൂട്ടൽ സത്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ ഡിഗ്രി ലെവൽ എക്സാംസ് വായിച്ച് അറ്റൻഡ് ചെയ്ത് റാങ്ക് വാങ്ങിക്കാം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ റീതിങ്ക് ചെയ്യണം. ഞാനിപ്പം ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എടുത്തു വെച്ച് അതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞുതരാം. കൃത്യമായി റീതിങ്ക് ചെയ്യണം. ഡിഗ്രി ലെവൽ എക്സാംസ് ആണ് നിങ്ങളുടെ ഫോക്കസ് എങ്കിൽ, നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാംസിനെ ഇംഗ്ലീഷിൽ തന്നെ, അതും ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഒന്നുമല്ല, സാധാരണ ഇംഗ്ലീഷിൽ തന്നെ പരിശീലനം നേടാൻ ശ്രമിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പി എസ് സി കുറെയൊക്കെ നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് പുതിയൊരു യുഗത്തിലേക്ക് പി എസ് സി പോവുകയാണ് ഇന്നത്തെ പരീക്ഷയ്ക്ക് ശേഷം. ക്യാൻസൽ ആകാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കുറവായിരിക്കുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. കാര്യം പക്ക യു പി എസ് സി നിലവാരത്തിൽ നല്ല എക്സ്പേർട്സ്, നല്ല വിവരമുള്ള മനുഷ്യന്മാർ തയ്യാറാക്കിയ കുറെ നല്ല ചോദ്യങ്ങൾ, അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തുടക്കത്തിൽ നമ്മൾ ഞെട്ടുകയും ഒന്ന് മനസ്സിലെത്തി വായിച്ചാൽ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുകയും ചെയ്യുന്ന ഒരു മോഡറേറ്റ് ആയിട്ടുള്ള പേപ്പർ മാത്രം ഇത് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് പേപ്പർ ആണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അപ്പോ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. ഈ അതിനുശേഷം വീഡിയോയിൽ ഞാൻ തുടർന്ന് പറയുന്ന കാര്യങ്ങൾ കൂടെ ചേർത്ത് വായിക്കുമ്പോഴേ നിങ്ങൾക്ക് ഇതിന്റെ ഒരു കംപ്ലീറ്റ് ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. മൂന്നാമതായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം കറക്കി കുത്തിന്റെ സിഗ്നിഫിക്കൻസ് തന്നെയാണ്. അടുത്ത കാലത്തൊന്നും ഇത്രയും എലിമിനേഷൻ ടെക്നിക്സ് വർക്ക്ഔട്ട് ആവുന്ന ഒരു പേപ്പർ ഞാൻ കണ്ടിട്ടില്ല. അത് 10th +2 ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, ഇതിന് നന്നായിട്ട് വർക്ക്ഔട്ട് ആവുന്നുണ്ട്. ഇത് ഞാൻ 10-11 ചോദ്യങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ജി കെ സെക്ഷനിൽ നിന്ന് മാത്രം. അതായത് ജി കെ സെക്ഷനിലെ ഏകദേശം നല്ല 10 ചോദ്യങ്ങൾ, 50-ൽ 10 ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ എത്ര ശതമാനമാണെന്ന് നോക്കിയേ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാഷ്വലി നിങ്ങൾക്കൊന്ന് കറക്കി കുത്തി ഉത്തരത്തിലേക്ക് എത്തിച്ചു തരാം. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ തലച്ചോറ് പണയം വെക്കാത്തൊരു വ്യക്തിക്ക് മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. പഴയ പി സി പാറ്റേണിൽ തളച്ചിട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കുക. ഞാൻ പറയുന്നതിനകത്ത് നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ദയവായി അതും കമന്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. കാര്യം ഈ മൂന്ന് കാര്യങ്ങൾ അഡ്ഹർ ചെയ്തെങ്കിൽ മാത്രമാണ് ഈ സെക്കൻഡ് സ്റ്റേജ് ഡിഗ്രി പ്രിലിംസ് വരാൻ പോകുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് മനസ്സിൽ വെച്ചേക്കാം. എങ്ങാനും പ്രിലിംസ് കാലത്തട്ടി അപ്പുറത്ത് വീണാലും മെയിൻസ് പരീക്ഷ ജയിക്കണമെങ്കിൽ ഉറപ്പായി നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്യണം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഞാൻ കുറേ അഡീഷണൽ ഡേറ്റ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡും ചെയ്തിട്ടുണ്ട്. ദയവായി അത് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. വിത്ത് എവിഡൻസ്, സ്ക്രീൻഷോട്ടുകളും എല്ലാ പ്രൂഫും സഹിതമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൊണ്ടുപോയി വെരിഫൈ ചെയ്ത് നോക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക. ഡെയിലി അവിടെ തരുന്ന മോക്ക് ടെസ്റ്റുകൾ, രാവിലെ തരുന്ന മോക്ക് ടെസ്റ്റ് കൃത്യമായി അറ്റൻഡ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ കറക്കിക്കുത്താണ് നമ്മുടെ വിഷയം. കറക്കി കുത്തണം, ഇന്റലക്ച്വലായിട്ട് കറക്കി കുത്തണം. പക്ഷെ അതിനു മുമ്പ് ഞാൻ നിങ്ങളുടെ അറ്റൻഷൻ എനിക്ക് ഒരു 10 സെക്കൻഡ് തരണം. ഇത് ഈ കഴിഞ്ഞ പരീക്ഷയിൽ വന്നൊരു ചോദ്യമാണ്, റഷ്യൻ റവല്യൂഷൻ സംബന്ധിച്ചൊരു ചോദ്യമാണ്. കറക്കി കുത്തുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട പരിപാടി സിലബസ് ആഴത്തിൽ ഇറങ്ങി പഠിക്കുക എന്നുള്ളതാണ്. അതൊന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ചോദ്യം എടുത്തു വെച്ചിട്ടുള്ളത്. ഞാനാണ് വേൾഡ് ഹിസ്റ്ററി നമ്മുടെ ബാച്ചസിൽ ഹാൻഡിൽ ചെയ്യുന്നത്. റഷ്യൻ റവല്യൂഷനെ പറ്റിയുള്ള ഈ ചോദ്യമൊക്കെ നമ്മുടെ ക്ലാസ് നോട്ട്സിൽ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്ത് വിട്ടിട്ടുള്ളതാണ്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചിട്ട് കറക്കി കുത്തിലേക്ക് പോകും. അങ്ങനെ കറക്കി കുത്തി മാത്രം നമുക്ക് ജയിക്കാൻ ഒക്കത്തില്ല, കൂടെ ആഴത്തിലുള്ള പഠനവും വേണം. ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കറക്കിക്കുത്തിന്റെ നാൾ വഴികളിലേക്ക് പോകാം. ചോദ്യം എന്താണ്? റഷ്യൻ റവല്യൂഷനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന എന്ത്? ഒന്നാമത്തെ പ്രസ്താവന, സോവിയറ്റ് എന്ന് പറയുന്ന ബോഡി ഓഫ് വർക്കേഴ്സ് റെപ്രസെന്റിംഗ് ടു സെറ്റ് അപ്പ് കണ്ടക്ടിങ് സ്ട്രൈക്സ്. എന്താണ് സോവിയറ്റ് എന്ന ക്ലാസ്സിൽ നിന്ന് വൃത്തിയായിട്ട് പറഞ്ഞു കൊടുത്തിട്ടാണ്. സോവിയറ്റ് എന്താണ് സോവിയറ്റ് എന്നുള്ള കാര്യം കണ്ടോ. സോവിയറ്റ് വർക്കേഴ്സ് കൗൺസിൽ ആണ്, വർക്കേഴ്സിന്റെ യൂണിയൻ ആണ്. അവിടെ ഫംഗ്ഷൻ എന്താ? തൊഴിലാളികളുടെ പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ക്ഷേമം ഉറപ്പുവരുത്തുക, അതിനുവേണ്ടി പോരാടുക. അതിന്റെ ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ് സ്ട്രൈക്ക് എന്ന് പറയുന്നത്. കൃത്യമായ ക്ലാസ്സിൽ ഇതെല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. ബോൾഷെവിക്സിന്റെ കോണ്ടെക്സ്റ്റ് തന്നെ പറഞ്ഞു പോയിട്ടുള്ളത്. ഇവിടെ ബോൾഷെവിക്സിനെ തെറ്റി തന്നെ ചോദ്യം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ബോൾഷെവിക്സിന്റെ ലക്ഷ്യം സോഷ്യലിസം അല്ല, റിപ്പബ്ലിക്കനിസം എന്നാണ് പറയുന്നത്. തെറ്റാ. കാര്യം എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനപരമായ തത്വചിന്ത എന്നുള്ളത് ക്ലാസ്സിൽ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിച്ചിട്ടുള്ളതാണ്. അത് ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രോലറ്റേറിയൻ, അടിസ്ഥാന വർഗത്തിന് ഏകാധിപത്യം, അല്ലാതെ റിപ്പബ്ലിക്കൻ നേച്ചർ അല്ല. പണ്ടും പി എസ് ഡി ചോദ്യം ചോദിച്ചതാ. ഏത് രാജ്യമാണ് ഡിക്റ്റേറ്റർഷിപ്പിന് വേണ്ടിയിട്ട് റിപ്പബ്ലിക്കൻ ഭരണത്തിന് ബലി കൊടുത്തത്? ആ രീതിയിലുള്ള ചോദ്യം ഉണ്ടായത്. അതും സെയിം ഉത്തരം റഷ്യൻ റവല്യൂഷൻ തന്നെയാണ്. അത് മുൻകാല വർഷ ചോദ്യത്തിന്റെ റിപ്പീറ്റേഷൻ മാത്രം ഇത്. പക്ഷെ ക്ലാസ്സിൽ നമ്മൾ വൃത്തിയായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് പറയുന്നതിന്റെ റീസൺ ഒന്നും ക്ലെയിം ചെയ്യാനല്ല, പകരം ആഴത്തിലുള്ള പഠനവും നമ്മൾ ഇതിന്റെ കൂടെ കൊണ്ടുപോകണം എന്ന് പറയാനാണ്. മറ്റൊരു ചലഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഇത്, അല്ലെ?
ലെനിൻ അധികാരം കിട്ടിയതിനു ശേഷം ആദ്യമായി ചെയ്തത് ഡിക്രി ഓൺ പീസ്, അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുന്നതാണെന്നാണ് ആ സ്റ്റേറ്റ്മെന്റ്. ഇതൊക്കെ ക്ലാസ്സിൽ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. ബിക്കോസ് സ്ഥിരം ചോദ്യമാണ് ട്രീറ്റി ഓഫ് ബ്രെസ്റ്റ് ലിറ്റോസ്ക്. കാരണം ലെനിൻ അധികാരം പിടിച്ചെടുക്കുന്നത് തന്നെ ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യയെ പിൻവാങ്ങിക്കണം. രണ്ടാമത്തെ കാര്യം ഭൂപരിഷ്കരണം, ഭൂമി പിടിച്ചെടുത്ത പാവങ്ങൾ കൊടുക്കണം. ഡിക്രി ഓൺ പീസും ഡിക്രി ഓൺ ലാൻഡ്, ഇത് രണ്ടെണ്ണമാണ് അദ്ദേഹത്തിന്റെ പ്രൈമറി അജണ്ട. ഇത് പണ്ട് PSC ചോദിച്ചുകൊണ്ടിരുന്നത് ട്രീറ്റി ഓഫ് പെറ്റ്സ് ലിറ്റോസ്ക്. ആദ്യം ഈ ചോദ്യം വന്നത് കേസിനകത്താണ്. അതിനുശേഷം ഇങ്ങോട്ട് സ്ഥിരമായ ചോദ്യം വരുന്നുണ്ട്. അപ്പം അതും ക്ലാസ്സിൽ വിശദമായിട്ട് പഠിപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞതിന്റെ കാതൽ നിങ്ങൾക്ക് മനസ്സിലാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ കറക്കി കുത്താൻ പഠിപ്പിക്കുന്നതിനൊപ്പം ഓരോ ടോപ്പിക്കും ആഴത്തിലിറങ്ങി കിട്ടാവുന്ന മെറ്റീരിയൽസ് ഒക്കെ റെഫർ ചെയ്ത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. നാളെ ഇതിന്റെ വിശാലമായ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് സ്റ്റേജ് പ്രിലിംസ് എഴുതുന്ന ആൾക്കാർക്ക് നാളെ ഞാൻ ചെയ്യുന്ന വീഡിയോയും അതിന്റെ നോട്ട്സും ഒത്തിരി ഉപകാരപ്പെടും. ബിക്കോസ് ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിലും ടെസ്റ്റ് സീരീസിലും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ നോട്ട്സ് തന്നു വിടുമ്പോൾ അസോസിയേറ്റഡ് ഫാക്ടർ നിങ്ങൾക്ക് ഉറപ്പായും പഠിക്കാൻ പറ്റും. ആ ഫാക്ടറുകൾ വെച്ച് പഠിച്ചാൽ തന്നെ സെക്കൻഡ് സ്റ്റേജ് പ്രിലിംസ് നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഡിഗ്രി മെയിൻസിൽ. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് മനസ്സിലൊന്ന് വെക്കാം. ആഴത്തിലിറങ്ങി പഠിക്കണം, പക്ഷെ കറക്കിക്കുത്താനും പഠിക്കണം. ഇനി കറക്കിക്കുത്തിന്റെ പരിപാടിയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. എല്ലാം കട്ടി ചോദ്യങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്, അല്ലെ? ജോഗ്രഫിയിലെ ചോദ്യങ്ങൾ. ഒരു കാര്യം ഞാൻ പറയാണ്, ഓടാൻ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. വലിയ വലിയ ചോദ്യങ്ങൾ കാണുമ്പോൾ സ്കിപ്പ് ചെയ്ത് പോകാനാണ് നിങ്ങൾ തീരുമാനമെങ്കിൽ, ഒളിച്ചോടാനാണ് നിങ്ങൾ തീരുമാനമെങ്കിൽ നിങ്ങൾ ജീവിത അവസാനം വരെ ഓടത്തേ ഉള്ളൂ. പക്ഷെ ഒന്ന് ഫൈറ്റ് ചെയ്ത് നോക്കുക. ഒക്കത്തിലൊന്നും വിട്ടേക്കുക, പക്ഷെ ഒന്ന് ചോദ്യം കാണുമ്പോഴേ ഓടി തള്ളണം എന്നുള്ള മെന്റാലിറ്റി നിങ്ങൾ ഉപേക്ഷിക്കുക. ചോദ്യം വായിച്ചു നോക്കില്ല, 30 സെക്കൻഡ് അത് കൊടുത്തോ, ഒരു രക്ഷയില്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോ, കുഴപ്പമില്ല. പക്ഷെ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളെ ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളൂ. ഇപ്പം കുട്ടികൾ അവരുടെ ഇപ്പം അവൈലബിൾ ആയിട്ട് ആൻസർ കീ വെച്ചിട്ട് 65-70 മാർക്ക് വാങ്ങിച്ചിട്ടുള്ളത് വെറുതെ അല്ല, അവർ ബുദ്ധിജീവികളായിട്ടും അല്ല, കൃത്യമായ പാറ്റേൺ നിങ്ങളൊക്കെ തന്നെ പഠിച്ചുകൊണ്ട് തന്നെയാണ്. ഓക്കെ, ഈ ചോദ്യം ഒന്ന് നോക്കാം. ഇന്ത്യയുടെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് മൺസൂൺ ക്ലൈമറ്റിനെ സ്വാധീനിക്കുന്നതെന്ന ചോദ്യം. ഞാൻ ക്ലൈമറ്റ് പഠിപ്പിക്കുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, യൂട്യൂബിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ബട്ടർഫ്ലൈയുടെ ചെറുകടി പോലും നമ്മുടെ ക്ലൈമറ്റിനെ ബാധിക്കും. കാര്യം വളരെ ഡൈനാമിക് ആയ റാൻഡം ആയ ഒരു കോൺസെപ്റ്റാണ് ക്ലൈമറ്റ് വെതർ എന്നൊക്കെ പറയുന്നത്. 100 കണക്കിന് ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ 1000 ഫാക്ടേഴ്സ് ആയിരിക്കും അതിനെ ബാധിക്കുക. ഇപ്പൊ അമേരിക്കയിൽ അടിക്കുന്ന ഒരു ബട്ടർഫ്ലൈയുടെ ചിറകെന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ബേ ഓഫ് ബംഗാളിൽ ചുഴലിക്കാറ്റിന് കാരണമോ, അത്രയ്ക്ക് ഇന്റർ കണക്റ്റഡ് ആ ഗ്ലോബൽ ക്ലൈമാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഭയങ്കര കയോട്ടിക്കാ. ഈ ഒറ്റ സിദ്ധാന്തമായി നമുക്ക് ഇനി അങ്ങോട്ടുള്ള ചോദ്യങ്ങളെല്ലാം ആൻസർ ചെയ്യാം. അപ്പോ ക്ലൈമറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് 100,000 ലക്ഷക്കണക്കിന്, ഒരു ലക്ഷം കോടിക്കണക്കിന് ഫാക്ടേഴ്സ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ വേണം. ഇതൊരു സത്യമാണ്. ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഹിമാലയൻ ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നു, നോർത്ത് വഴക്കുന്ന ഫോഴ്സ് ചെയ്യുന്നു. പക്ഷെ ഡെക്കാൻ പ്ലേറ്റിലേക്ക് മൺസൂണിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഒരു റോളും ഇല്ലെന്ന് പറയുന്നത്. മൺസൂൺ പെയ്യുന്നത് തന്നെ ഡെക്കാൻ പ്ലേറ്റിന് മുകളിലായിട്ട്, വെസ്റ്റേൺ ഗാർഡ്സും ഈസ്റ്റേൺ ഗാർഡ്സും നടുക്ക് ഡെക്കാൻ പ്ലേറ്റ് ഉണ്ട്. അതിനകത്ത് മൺസൂൺ പെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ മൺസൂണിന്റെ ഡിസ്ട്രിബ്യൂഷന് ഡെക്കാൻ പ്ലേറ്റിന് ഒരു റോളും ഇല്ലെന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെ വായിച്ച് മനസ്സിലാക്കുന്നത്? പിള്ളേരെ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ ഇതിനൊക്കെ സ്കാനിങ് എന്ന് പറയും. നമ്മൾ ലൈൻ ബൈ ലൈൻ വായിച്ച് ഓരോ ലൈനിനെ നമ്മൾ ഉൾക്കൊള്ളുകയല്ല ചെയ്യുന്നത്. നമ്മൾ വായിച്ചു പോകുമ്പോൾ കല്ലുകടി വരുന്ന ലൈൻസ് കാണും, അല്ലെങ്കിൽ ഒരു വേറിട്ട് നിൽക്കുന്നത്, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഐഡിയയുള്ള ലൈൻസ് കാണും. അതിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കുമ്പോൾ, ഹിമാലയസ് ആക്ട് ആസ് എ ബാരിയർ ദാറ്റ് പ്രിവെന്റ് സൗത്ത് വെസ്റ്റ് മൺസൂൺ winds from escaping northward, forcing them to shed moisture subcontinent, while Deccan Plateau has no role in monsoon distribution. No, any, every, ഇത്തരത്തിലുള്ള നെഗറ്റീവ് വേർഡ്സ്, അല്ലെങ്കിൽ എക്സ്ട്രീം വേർഡ്സ് വരുമ്പോൾ നമ്മുടെ തലച്ചോറ് ഒന്ന് ചിന്തിക്കണം. ഡെക്കാൻ പ്ലേറ്റിന് ഒരു റോളും ഇല്ലേ? അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാ. തേർഡ് സ്റ്റേറ്റ്മെന്റ്സിന് അങ്ങനെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും ബി ഒന്ന് വായിച്ചു നോക്കിയേ. വെസ്റ്റേൺ ഗാർഡ്സ്, ഈസ്റ്റേൺ ഗാർഡ്സ്, ഹിമാലയസ്, ഡെക്കാൻ പ്ലേറ്റ്യൂ, ഇതെല്ലാം മൺസൂണിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അല്ലേ? സത്യം, മൺസൂൺ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രശ്നം എന്താണ്? സപ്പോസ് നിങ്ങൾക്ക് ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് കൺഫ്യൂഷൻ ആണെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെന്റിൽ വരും നോക്കിയേ, ഇന്ത്യസ് പെനിൻസുലാർ ഷേപ്പ്, ഇന്ത്യയുടെ പെനിൻസുലാർ പ്ലേറ്റ്യൂവിന്റെ ഷേപ്പ് ഇതിന് വലിയ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ല. ഇന്ത്യയിലെ മൺസൂണിനെ നിശ്ചയിക്കുന്നതിനകത്ത് പ്രധാനപ്പെട്ട ഘടകങ്ങളൊക്കെ അന്താരാഷ്ട്ര കാര്യങ്ങൾക്ക്, അതായത് എൽനിനോ സദേൺ ഓസിലേഷൻ, ഇന്റർ ടോപ്പിൽ കൺവേർജൻസ് കൊണ്ടൊക്കെയാണ് ഇന്ത്യയിലെ ക്ലൈമറ്റിനെ ബാധിക്കുന്നതിൽ പ്രധാനപ്പെട്ട റോൾ. അല്ലാതെ ഇന്ത്യയിലെ പെനിൻസുലാർ പ്ലേറ്റിന് വലിയ റോളൊന്നും ഇല്ല, അല്ലെങ്കിൽ വളരെ മിനിമൽ റോളേ ഉള്ളതെന്നാണ് പറയുന്നത്. ഇതൊരു കല്ലുകടിയുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? സി, അങ്ങ് കിടക്കുന്ന പസഫിക് ഓഷനിൽ കിടക്കുന്ന എൽനിനോ സദേൺ ഓസിലേഷൻസിനാണോ, അതോ അല്ലെങ്കിൽ പെനിൻസുലാർ പ്ലേറ്റ്യൂവിനാണോ ഇന്ത്യക്കകത്ത് പെയ്യുന്ന മഴയ്ക്കകത്ത് റോൾ ഉള്ളത്? അത് എന്റെ വീട്ടില് എനിക്ക് കാര്യമൊന്നുമില്ല, അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ കാര്യമുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് ഇതിന്റെ കാര്യം. ഇത് എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ.
കേരളത്തിന്റെ ഭരണത്തിൽ കേരളത്തിന് റോളൊന്നുമില്ല, അമേരിക്കയ്ക്ക് റോളുള്ളൂ എന്ന് പറയുന്ന പോലെയാണ്. ഇത് ജോഗ്രഫിയെ സംബന്ധിച്ചുള്ള കാര്യം നമ്മൾ പറയുന്നത് അല്ലെ. സി സ്ട്രോങ് താൻ സി ഇങ്ങോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. ബി തന്നെ നല്ല ഐഡിയൽ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതിന്റെ ആൻസർ ബി ആണ്. എന്നാലും നിങ്ങൾ ഡി ഒന്ന് നോക്കിയോ. താർ ഡെസേർട്ട് അവിടെ ഹൈ പ്രഷർ സിസ്റ്റം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. സി ഡെസേർട്ട് ചൂടുള്ള സ്ഥലം, ചൂട് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ചൂട് കൂടുമ്പോൾ ഹൈ പ്രഷർ ആണോ ലോ പ്രഷർ ആണോ സംഭവിക്കുന്നത്? അത്രയും നിങ്ങൾ ആലോചിക്കണം. വളരെ കോമൺ ആയിട്ട് അരച്ച് നിങ്ങൾക്ക് ഓപ്ഷൻ ബിയിലേക്ക് എത്തും. ഇതൊന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യേണ്ട ചോദ്യങ്ങൾ. ഇതൊക്കെ ഫ്രീ ഹിറ്റ് ആണ്, ഫ്രീ ഹിറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ 4 സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ബി മാത്രമാണ് ഇവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത സ്റ്റേറ്റ്മെന്റ്സ്. ബാക്കി എല്ലാം ഫാബ്രിക്കേറ്റഡ് സ്റ്റേറ്റ്മെന്റ്സ്. വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവണം അല്ലെ. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ടെസ്റ്റ് സീരീസിലൊക്കെ വിശാലമായി പഠിപ്പിച്ചു വിട്ടതാ. ടെസ്റ്റ് സീരീസിനകത്തൊക്കെ വളരെ ഇതൊക്കെ നോട്ട്സ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഇവിടുന്ന് ഏത് ചോദ്യം വന്നാൽ നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. പക്ഷെ അതിന് കൂടെ കറക്കി കുത്താനും പഠിക്കും. അതാണ് ഞാൻ പറയുന്നത്, ഞങ്ങൾ കറക്കി കുത്താൻ പഠിപ്പിക്കുന്നതോടൊപ്പം ഇൻ ഡെപ്ത് ക്ലാസ്സസ് ആയിരുന്നത്. ഈ നോട്ട്സ് വെച്ച് പഠിച്ചാലും ഇത് നമ്മുടെ ടെസ്റ്റ് സീരീസ് നോട്ടാണ്. ഈ നോട്ട്സ് വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് ഉത്തരങ്ങളിലേക്ക് എത്താൻ പറ്റും. അത്ര റിസർച്ച് ബേസ് ചെയ്ത് കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ട്സ് ആണ് ടെസ്റ്റ് സീരീസിനകത്താണെങ്കിലും ക്ലാസ് റൂം പ്രോഗ്രാംസിലാണെങ്കിലും. അപ്പൊ ഞാൻ ഇതും കാണിച്ചതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്കിക്കുത്ത് മാത്രം നടത്തി രക്ഷപ്പെടാമെന്ന് ആരും ചിന്തിക്കേണ്ട. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഒരു ബ്യൂറോക്രാറ്റിന്റെ ക്വാളിറ്റി അതാ. അയാൾ സ്മാർട്ട് വർക്കും ചെയ്യും, ഹാർഡ് വർക്കും ചെയ്യും. അതാണ് ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ആ നോട്ട് വെച്ച് തന്നെ ഈ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. മറ്റൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റൻ ആണത്. ഞാൻ പറയാണ്, നിങ്ങൾ ഓടാൻ തീരുമാനിച്ചാൽ ജീവിതാവസാനം വരെ ഓടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ എത്തണമെങ്കിൽ റിസ്ക് എടുക്കണം, കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കണം അല്ലെ. ഒരു പാണ്ടിലോറിയുടെ മുമ്പിൽ മസിൽ പിടിച്ച് നിൽക്കുന്ന തവള എടുക്കുന്ന റിസ്ക് അല്ല ഞാൻ പറഞ്ഞത്, കാൽക്കുലേറ്റഡ് ആയിട്ട് റിസ്ക് എടുക്കണം. ഇപ്പൊ ടോപ്പ് റാങ്ക് അടിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളും അത്രയും കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്തിട്ടുള്ള ആൾക്കാരാണ്. സേഫ് ആയിട്ട് ഇരിക്കാനാണെങ്കിൽ വേറെ എന്തൊക്കെ ഓപ്ഷൻസ് നമുക്കുണ്ട്? കുറച്ച് റിസ്ക് എടുക്കാം. ഈ ചോദ്യം നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് എക്സ്പ്ലെയിൻ കോംപ്ലക്സ് ഇന്റർപ്ലേ ഓഫ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് വയബിലിറ്റി ആൻഡ് ഇന്റൻസിറ്റി ഓഫ് ഇന്ത്യൻ മൺസൂൺ. ഇന്ത്യൻ മൺസൂണിനെ സ്വാധീനിക്കുന്നത് എന്തെന്നാണ് ചോദ്യം. അതാണ് ഇവർ ഇത്രയും വളഞ്ഞു കെട്ടി. അതാണ് UPSC നിലവാരത്തിലേക്ക് വരുന്നു. പക്ഷേ സംഭവം സിമ്പിളാ. മൺസൂണിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, അതാണ് നമ്മളൊരു ചോദ്യം വായിക്കുമ്പോൾ ആ ചോദ്യത്തിന് അപ്പാടെ വിഴുങ്ങാതെ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഫോർമാറ്റിലേക്ക് മാറ്റണം. അതിനൊരു 1/2 സെക്കൻഡ് മതി. കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാണ്. നമ്മൾ ധാരാളം മാതൃകാ പരീക്ഷ എഴുതാണ്. PSCയുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ ഡൗൺലോഡ് ചെയ്ത് ചെയ്താലും മതി. ആ ഒരു സ്കില്ല് നമുക്ക് വരും. നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് മാറ്റണം. അപ്പൊ മൺസൂണിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെന്നാ ചോദ്യം. ഈ ചോദ്യം എന്താണ്? ഇന്ത്യൻ മൺസൂൺ സോൺലി, ഇന്ത്യൻ മൺസൂണിനെ സ്വാധീനിക്കുന്ന ഘടകം, ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് കരയുടെയും ലാൻഡിന്റെയും ടെമ്പറേച്ചർ ഡിഫറൻസ് ആണെന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ചിത്രശലഭത്തിന്റെ ചെറുകടി പോലും നമ്മുടെ ക്ലൈമറ്റിനെയും വെതറിനെയും എൻവയോൺമെന്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ ഇവിടെ പറയും ഇന്ത്യൻ മൺസൂൺ പോലെ ഇത്ര ഒരു ലാർജ് ക്ലൈമാറ്റിക് സിസ്റ്റത്തിനെ സ്വാധീനിക്കുന്ന ഒരേ ഒരു ഘടകം ലാൻഡിന്റെ സീഡിന്റെ ടെമ്പറേച്ചർ വ്യത്യാസമാണ്. ഇവിടെ ഒള്ളി, സോളി അല്ലെങ്കിൽ ഇതൊക്കെ ഭയങ്കര എക്സ്ട്രീം വേർഡ്സ് ആണ്. അപ്പൊ ഇത് തെറ്റാണ് ഈ സ്റ്റേറ്റ്മെന്റ്. ബി എന്താ പറയുന്നത്? ഷിഫ്റ്റിംഗ് ഓഫ് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ along with factors like jet stream, orographic effect, El Nino southern oscillation governs seasonal strength and distribution of monsoon rainfall. ഡീസെന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇവിടെ കണ്ടതുപോലെ ഡീസെന്റ് ആയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനകത്ത് അത് മാത്രമേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ, മറ്റേത് മാത്രമേ ഉള്ളൂ, ഇതൊന്നും ഇല്ല, അങ്ങനൊന്നും ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നില്ല. ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് കണ്ടോ, സൗത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണ് ഇൻഡിപെൻഡന്റ് സിസ്റ്റം വിത്ത് നോ ഇന്റർ കണക്ഷൻ. അതായത് നമുക്ക് സൗത്ത് വെസ്റ്റ് മൺസൂൺ ഉണ്ട്, നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഉണ്ട് അല്ലെ. അത് തമ്മിൽ ഒരു കണക്ഷനും ഇല്ല എന്നാ പറയുന്നത്. ഇതൊക്കെ എങ്ങനെ ശരിയാവും? ഇപ്പൊ മൺസൂൺ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പം ഇത് ഒരു കണക്ഷൻ ഇല്ലായിരിക്കും ഇത് തമ്മില്. നമ്മൾ ബെറ്റർ ക്ലൈമാറ്റിക് സിസ്റ്റം എന്ന് വെച്ചാൽ എല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. ഇന്ത്യൻ ക്ലൈമറ്റും അന്റാർട്ടിക്കിലെ ക്ലൈമറ്റും തമ്മിൽ പോലും കണക്ഷൻ ഉണ്ട്. പസഫിക് ഓഷ്യനിലെ ഒരു ദ്വീപിലെ ക്ലൈമാറ്റിക് ചേഞ്ച് ഇന്ത്യൻ മൺസൂണിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അത് അപ്പൊ അത്രയും കണക്റ്റഡ് സിസ്റ്റം. അപ്പൊ സി ശരിയാവൂ? ഒരിക്കലും ശരിയാവില്ല. ഡിയോ, orographic barriers like Western Ghats, Himalayas only intensifies monsoon rainfall without contributing to dry spell. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൺസൂൺ റെയിൻഫോൾ ഇന്റൻസിഫൈ ചെയ്യാൻ മാത്രമേ സഹായിക്കുള്ളൂ, അല്ലാതെ ഡ്രൈ സ്പെല്ലോ റീജിയണൽ ഡിസ്പാരിറ്റി ഒന്നും ഉണ്ടാകത്തില്ലെന്ന് പറയുന്നത്. അതായത് വെസ്റ്റേൺ ഗാർഡ്സിന് മൊത്തവും മൺസൂൺ ഇന്റൻസിഫൈ ചെയ്യിപ്പിക്കുന്നു. വേറെ റീജിയണൽ ഡിസ്പാരിറ്റി, എല്ലായിടത്തും ഒരേ രീതിയിലുള്ള മഴയാണ് ലഭിക്കുക, അല്ലാതെ റീജിയണൽ ഡിസ്പാരിറ്റി ഉണ്ടാക്കത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഇത് സംഭവിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ക്ലൈമറ്റ് അത്രയും ഡൈനാമിക് ആയ ഒരു കോൺസെപ്റ്റാണ്. അപ്പൊ ഇതൊന്നും സംഭവിക്കില്ല, അങ്ങനെ വരത്തില്ല എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പം ഡിയും തെറ്റാ. അപ്പൊ നമ്മൾ ടോപ്പിക്ക് അറിഞ്ഞ് പഠിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇതിന് ആൻസർ ബി ആ. ക്ലൈമറ്റ് പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് വലിയൊരു സിസ്റ്റം, ലാർജ് സിസ്റ്റം ആണ്. അപ്പൊ അതില് ഒരു സാധനം വരത്തില്ല, വരാം, അല്ലെങ്കിൽ അത് ഒഴിവാക്കാം, അങ്ങനെ പറയാൻ 100% തർപ്പിച്ച് പറയാൻ പറ്റത്തില്ല. പറയാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവാം. അതുപോലെ തന്നെ സയൻസ് അല്ലെങ്കിൽ ടെക്നോളജി ആപ്ലിക്കേഷൻ. ഒരു ടെക്നോളജിയുടെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൊട്ടൻഷ്യൽ ഭയങ്കരമാണ്. പല ആപ്ലിക്കേഷൻസ് അതിൻ്റെ ഉള്ളിൽ വരാം.
ഒരു സാധനം ഈ ടെക്നോളജി ഇടയിൽ ചെയ്യാൻ ഒക്കത്തില്ല, കംപ്ലീറ്റ് ആയിട്ട് ഒക്കത്തിൽ എക്സ്ട്രീം ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ സൂക്ഷിച്ച സ്റ്റേറ്റ്മെന്റ് അപ്രോച്ച് ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ ടെസ്റ്റ് സീരീസ് ബാച്ചസ് അവൈലബിൾ ആണ്. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഇത്തരത്തിലുള്ള ധാരാളം ടെസ്റ്റുകളും എക്സ്റ്റെൻസീവ് റിവിഷൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഫസ്റ്റ് സ്റ്റേജിലും ധാരാളം ചോദ്യങ്ങൾ ഞാൻ ടെസ്റ്റ് സീരീസിന് മാത്രം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നാളെ അതിന്റെ വിശാലമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞങ്ങളുടെ എഫേർട്ട് അല്ലെങ്കിൽ കഷ്ടപ്പാട് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ക്വസ്റ്റ്യൻസ് പ്രെഡിക്ട് ചെയ്യുക അല്ലെങ്കിൽ പുതിയ പാറ്റേൺ പഠിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. അപ്പൊ ഞങ്ങൾ എടുക്കുന്ന കഷ്ടപ്പാട് എത്രത്തോളം ഉണ്ടെന്ന് നാളത്തെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഞങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടും അതിന്റെ ഒരു റിഫ്ലക്ഷൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യം നോക്കിയേ, നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന എന്തെന്ന ചോദ്യം. ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ലക്ഷ്യം എന്ത് മാർഗം ഉപയോഗിച്ചും ത്രൂ എനി മീൻസ് സെൽഫ് ഗവർണൻസ് നേടിയെടുക്കാനാണെന്നാണ് പറയുന്നത്. ഗാന്ധിജി സമാധാനത്തിനാളാണ്, അതായത് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്ന് പറയുന്ന ഭഗവത്ഗീത വചനത്തിലെ കൃഷ്ണനല്ല ഗാന്ധിജിയുടെ പ്രതിപുരുഷൻ. ഇമാനുവൽ കാന്റ് ആണ് പറയുന്നത് എൻസ് ആൻഡ് മീൻസ് രണ്ടും ഈക്വലി എന്താ പറയാ ഇമ്പോർട്ടന്റ് ആണ്. എൻസ് ഡസൻ ജസ്റ്റിഫൈ മീൻസ്, അതായത് എൻസും മീൻസും, അതായത് നമ്മുടെ മാർഗവും ലക്ഷ്യവും ഒന്നായിരിക്കണം. ലക്ഷ്യത്തെ സാധൂകരിക്കുന്ന മാർഗത്തിന് സംശുദ്ധിയിലാണ് വൈലോപ്പിള്ളിയും ഇമാനുവൽ കാന്റും ഗാന്ധിജിയും ഒക്കെ വിശ്വസിച്ചിരുന്നത്. സോ ജസ്റ്റ് കാര്യം കാണാൻ എന്ത് മാർഗവും സ്വീകരിക്കാന്നുള്ള ഫിലോസഫി ഗാന്ധിയൻ സിദ്ധാന്തമല്ല. അപ്പൊ 3 സ്റ്റേറ്റ്മെന്റ് തെറ്റാ. അപ്പോ എല്ലാം തെറ്റി. ഉത്തരം എന്നുള്ള ഒറ്റയടിക്ക് ഉത്തരത്തിലേക്ക് എത്തി. അതാണ് ഇത് കണ്ടോ, ഇതൊക്കെ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇപ്പൊ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തെറ്റും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ലോജിക്കലി ആലോചിക്കുമ്പോൾ തെറ്റേണ്ട എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സുകൾ തെറ്റും. സിവിൽ സർവീസ് പാറ്റേണിലാണ് നമുക്കിനി പഠിക്കേണ്ടത്. ഇത് ഇങ്ങനെ അല്ല എന്ന് ആരെങ്കിലും നിങ്ങൾ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ, ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. നിങ്ങൾ മനസ്സിലാക്കുക, UPSC മൈൻഡ് സെറ്റ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഞാൻ തന്നെ മടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ പരീക്ഷ കഴിഞ്ഞാൽ എപ്പോഴും കുട്ടികൾ പാനിക്ഡ്. ഇതൊക്കെ എന്ത് ചോദ്യം, ഇതൊക്കെ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്തെന്ന് പല ആൾക്കാരും നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ട് നമ്മുടെ ഒരു 10-25 വീഡിയോസ് ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേണിലേക്ക് മാറാൻ സാധിക്കും. ഓക്കെ, ഉറപ്പായി മാറാൻ സാധിക്കും. ഇതൊക്കെ എളുപ്പപ്പണിയാണ്. നമുക്ക് മറ്റൊരു ചോദ്യം ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാലോ. 19ാമത്തെ ചോദ്യം അല്ലെ, 19ാമത്തെ ചോദ്യം, ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ. നമുക്ക് ബേസിക് കാര്യം അറിയിക്കണം. ഗവൺമെന്റ് സർക്കാരിന്റെ വരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സിൽ കൂടെ ഉണ്ട്, ടാക്സ് അല്ലാത്ത വരുമാനം ഉണ്ട് അല്ലെ. അപ്പൊ അതിനെ സംബന്ധിച്ച് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വട്ടമിട്ട് വയ്ക്കുക. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതെന്നാ ചോദ്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ, ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് വ്യക്തികളുടെ കയ്യിൽ നിന്നും ബിസിനസ്സുകാരുടെ കയ്യിൽ നിന്നും ഒക്കെ വാങ്ങിക്കും. പക്ഷെ നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് ബിസിനസ്സുകാരുടെ കയ്യിൽ നിന്ന് മാത്രമേ വാങ്ങിക്കൂ എന്നാണ് പറയുന്നത്. നോൺ ടാക്സ് റവന്യൂ എന്താണെന്ന് താഴെ പറയുന്നുണ്ട് കണ്ടോ, 2 അല്ലെങ്കിൽ 4 പറയുന്നുണ്ട്. കാര്യം എല്ലാ സ്റ്റേറ്റ്മെന്റിലും 2ഉം 4ഉം ഒക്കെ ഉണ്ട് കണ്ടോ, യോജിച്ച വകയില്ല. അപ്പൊ അതിനകത്ത് ഇതൊന്നും ശരിയായി പറ്റുള്ളൂ. അപ്പം നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുമ്പോൾ ഫീസ് ഉണ്ട് അല്ലെ, ഫൈൻസ് ഉണ്ട്, അതൊക്കെ നോൺ ടാക്സ് റവന്യൂ ആണ്. ഇപ്പൊ നമ്മൾ ട്രാഫിക് വയലേഷൻ നടത്തി നമ്മൾ ഫൈൻ കൊടുക്കണ്ടേ, അപ്പൊ അത് ഗവൺമെന്റിന് കിട്ടുന്ന നോൺ ടാക്സ് റവന്യൂ. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാ, കോമൺ സെൻസ് ആണത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റായി കഴിഞ്ഞാൽ എയും ഡിയും പോയി അല്ലെ, പിന്നുള്ളത് ബിയും സിയും മാത്രം. രണ്ടിലും 2 ഉണ്ട്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നുള്ള കാര്യം 100% ഉറപ്പാണ് അല്ലെ. നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു ചോദ്യം, 4th സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്നുള്ളതാണ്. ഇവിടെ 3rd സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാര്യം ഓപ്ഷൻ അത് 3rd സ്റ്റേറ്റ്മെന്റ് ഇല്ല. ആ ഒരു ഫ്ലോ ഓഫ് ആൻസറിങ് മനസ്സിലാവും. ഇതാണ് സയന്റിഫിക് ആയിട്ട് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ഒരേ ഒരു ചോദ്യം 3rd സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിക്കേണ്ട, 4th സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മാത്രമാണ്. 4th സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്, നോൺ ടാക്സ് റവന്യൂസ് ഇൻക്ലൂഡ് പെനാലിറ്റീസ് ആൻഡ് ഫൈൻസ് ബട്ട് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ് റെസീപ്റ്റ് അല്ലെ. പലിശ, ഗവൺമെന്റ് ഇടുന്ന പലിശ നോൺ ടാക്സ് റവന്യൂവിനാണ് വരത്തില്ലെന്ന് പറയുന്നത്. പലിശ ടാക്സ് ആണോ? അപ്പൊ ഇത് ഏതിനകത്ത് കൊണ്ടിടും, ടാക്സ് റവന്യൂവിനകത്ത് കൊണ്ടിടാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഹൈലൈറ്റ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെ. സോ നോൺ ടാക്സ്, അപ്പൊ 4th സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഇതോട്ട് ഒന്നൊരു ബന്ധം വരുന്നില്ല അതല്ലേ, ഒരു ബന്ധമില്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും, ഇതിന്റെ ആൻസർ നമുക്ക് ബി എന്നൊരു ഉത്തരത്തിലേക്ക് എത്താം. ഇതുപോലെ തന്നെ വളരെ ലളിതമായ മറ്റൊരു ചോദ്യമാണ് 20ാമത്തെ ചോദ്യം, എക്കണോമിക്സും ജോഗ്രഫിയും ഒക്കെ ആയിരുന്നു ഡിഫിക്കൽട്ട് എന്നാണ് പലരും പറയുന്നത്. പക്ഷെ അതായിരുന്നു ഏറ്റവും ഈസി. ഉദാഹരണത്തിന് ഫിസിക്കൽ ഡെഫിസിറ്റ്, അതിന് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഫിസിക്കൽ ഡെഫിസിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ബോറോയിങ്സ്, കടമെടുക്കുന്ന കാര്യങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യും. ആ ഒരൊറ്റ ഫാക്ട് നമ്മൾ അറിഞ്ഞിരുന്നേ പറ്റത്തുള്ളൂ. അതൊക്കെ ബേസിക് എലമെന്ററി ഫാക്ടറാണ്. അതൊക്കെ നമ്മൾ ക്ലാസ്സിലും ടെസ്റ്റ് സീരീസിലും ഒക്കെ പലയാവർത്തി റിപ്പീറ്റ് ചെയ്ത് പോയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ റവന്യൂ ഡെഫിസിറ്റ് ഒക്കേഴ്സ് when റവന്യൂ റെസിപ്റ്റ് ഈസ് ലെസ് ദാൻ റവന്യൂ എക്സ്പെൻഡിച്ചർ, ഫിസിക്കൽ ഡെഫിസിറ്റ് എക്സ്ക്ലൂഡ്സ് ബോറോയിങ് അല്ലെ, അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്.
ഇവിടെ എന്താ പറയുക, ഫിസിക്കൽ ഡെഫിസിറ്റ് ഈസ് ഒൺലി റിലേറ്റഡ് ടു ടാക്സ് കളക്ഷൻ എക്സ്ക്ലൂഡിംഗ് പബ്ലിക് ബോറോയിങ്. ഒൺലി റിലേറ്റഡ് ടു എന്നൊക്കെ പറയുന്നത്, ഈ ഒൺലി എന്നൊക്കെ പറയുന്ന വാക്കുകൾ വരുമ്പോൾ അപകടം ഞാൻ നേരത്തെ പറഞ്ഞു. എല്ലായിടത്തും അങ്ങനെ ആവോ ഇല്ല, പക്ഷെ ഇത്തരം സാഹചര്യം അങ്ങനെ ആവും. റവന്യൂ ഡെഫിസിറ്റ് ഇൻക്ലൂഡഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എക്സ്ക്ലൂഡിംഗ് ബോറോയിങ്സ്. റവന്യൂ ഡെഫിസിറ്റ് ആണോ എക്സ്ക്ലൂഡിംഗ് ബോറോയിങ്സ്? ഫിസിക്കൽ ഡെഫിസിറ്റ് അല്ല എക്സ്ക്ലൂഡിംഗ് ബോറോയിങ്സ്. അപ്പം ഏറ്റവും ബേസിക് ഫാക്ട് നമ്മുടെ വേണം, ഇത് തെറ്റാണ്. അപ്പോ ഫിസിക്കൽ ഡെഫിസിറ്റ് ഇൻക്ലൂഡിംഗ് ബോറോയിങ്സ് എന്ന് പറയുന്നത് അത് എക്സ്ക്ലൂഡിംഗ് ബോറോയിങ് ആണ്. ഫിസിക്കൽ ഡെഫിസിറ്റ് ധനക്കമ്മി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, ധനക്കമ്മി എന്ന് പറയുന്നത് തന്നെ വരവും ചെലവും നമ്മൾ വ്യത്യാസം. അപ്പൊ എത്ര രൂപ കടമെടുക്കണമെന്ന് അറിയുന്നത് ധനക്കമ്മി വെച്ചിട്ടാണ്. അപ്പൊ കടമെടുക്കുന്ന ഒരു ഇതിനകത്ത് ആഡ് ചെയ്യത്തില്ല, ഇതിനകത്ത് കുറവുള്ളതാണ് നമ്മൾ കടമായിട്ട് എടുക്കുന്നത് അല്ലെ. അപ്പൊ എക്സ്ക്ലൂഡിംഗ് ബോറോവിങ്സ് ആണ്. അപ്പൊ എ ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ സ്മാർട്ടായിട്ട് ചിന്തിക്കുക, സ്മാർട്ടായിട്ട് ഉത്തരത്തിലേക്ക് എത്താം. അപ്പൊ കറക്കിക്കുത്ത് എന്ന് പറയുമ്പോൾ അത് വെറും അടപടലം കണ്ണടച്ചുള്ള കറക്കിക്കുത്തല്ല, ഇറ്റ്സ് എൻ ഇന്റലക്ച്വൽ എക്സസൈസ് അല്ലെ, ബൗദ്ധികമായ കറക്കിക്കുത്താന്നുള്ളവരെ മനസ്സിലാക്കാം. അതിന് ഉദാഹരണമാണ് ഈ ചോദ്യം. വീഡിയോ കോൺഫറൻസിംഗ് ഉപയോഗിക്കുന്ന ടൂൾസ് എന്താണെന്ന ചോദ്യം. സൂമും ഗൂഗിൾ മീറ്റും ഒക്കെ എല്ലാവർക്കും അറിയാം, അതൊന്നും സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ 2ഉം 3ഉം ഉള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് സിയും ബിയും മാത്രം. അപ്പൊ എയും ഡിയും നമ്മൾ എലിമിനേറ്റ് ചെയ്തു. പിന്നെ അടുത്ത ചോദ്യം 1 ആണോ 4 ആണോ ഉള്ളതാണ്. 1 മൈക്രോസോഫ്റ്റ് ടീംസ് ആണ്, 4 ഗൂഗിൾ ക്ലൗഡ് ആണ്. ക്ലൗഡ് എന്ന് പറയുമ്പോൾ വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്ന സംഭവമാണോ, നമ്മൾ എന്തെങ്കിലും സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവമാണോ? ടീംസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കൂട്ടം, ടീം എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ കൂട്ടമാണല്ലോ. അപ്പം വീഡിയോ കോൺഫറൻസ് ചെയ്യാൻ ഈ കൂട്ടത്തിൽ ഏതിനാണ് സാധ്യത? ഒരു ടീമിലാണോ വീഡിയോ കോൺഫറൻസ് ആവശ്യകത വരുന്നത്, അതോ ക്ലൗഡിലാണോ? നമുക്ക് വളരെ സ്മാർട്ട് ആയിട്ട് അപ്പൊ ഇതിന്റെ ഉത്തരം എന്തിലേക്ക് എത്താം? ടീംസ് തന്നെയാണ് അല്ലെ. 4-2 ഉത്തരം ബി ആണ്. ബി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എക്സാം ഹോളിൽ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഒരു ശരാശരി വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ചിന്തിക്കാൻ പറ്റും. പക്ഷെ പഴയ പാറ്റേണിലാണ് നിങ്ങൾ ഇപ്പോഴും പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്കും ചിന്തിക്കാൻ പറ്റും, ഒരു പ്രശ്നമില്ല. ഒരു 1-2 ദിവസം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ഇംപ്രൂവൈസേഷൻ വരുത്താൻ പറ്റും. ഇതെന്താ സംഭവം? ഓൺലൈൻ ഹരാസ്മെന്റ്. അത് ഇതിന് ഏതിന് അണ്ടറിലാണ് എഴുതുന്നത്? ഓൺലൈൻ പോട്ടെ, ഹരാസ്മെന്റ് എന്ന് പറയുന്ന സംഭവം ഏതിന് അണ്ടറിലാണ് വരിക? ഒരാളെ ഹരാസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷിംഗ് ആണോ, സ്പാമിംഗ് ആണോ, ബുള്ളിങ് ആണോ, ഹാക്കിംഗ് ആണോ? ഒരാളെ ഹരാസ് ചെയ്യുന്നു അല്ലെങ്കിൽ അപമാനിക്കുന്നു, അതൊക്കെ ബുള്ളിങ്ങിന്റെ ഭാഗമല്ലേ? ബുള്ളിങ് അല്ലേ? അപ്പൊ സൈബർ ബുള്ളിങ് തന്നെ അല്ലേ ഓൺലൈൻ ഹരാസ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? അപ്പൊ അവർ സ്മാർട്ടായിട്ട് ചിന്തിക്കാം. അപ്പം ഈ ഹരാസ്മെന്റ് എന്ന് പറയുന്ന വാക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാക്ക് ഏതെന്ന് മാത്രം നോക്കിയാൽ മതി. ഇതിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് എത്താം. അങ്ങനെ നിങ്ങളങ്ങനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല, ഹോംവർക്ക് തരുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു അവസാന ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാമല്ലോ. ഇത് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലിനെ പറ്റിയുള്ള ചോദ്യമാണ്. എഗെയിൻ മറ്റൊരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ എന്നൊക്കെ വിലയിരുത്തപ്പെട്ട ഒരു ചോദ്യമാണ്. പക്ഷെ ഇതൊക്കെയാണ് ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് എന്നാണ് ഞാൻ പറയാം. ബിക്കോസ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ, അതായത് ആഗോളതാപനം കൂട്ടാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ അല്ലെ. അപ്പോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഇതെന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ട്രാപ്ഡ് ബൈ ഗ്രീൻ ഹൗസ് ഗ്യാസ്. ഹരിതഗൃഹ വാതകങ്ങൾ എത്രത്തോളം ചൂടിനെ ട്രാപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം എന്നാണ് പറയുന്നത്. സംശയം ഉണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കട്ടെ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റോ, ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ റേഡിയേറ്റീവ് എഫക്ട്. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു സംഭവത്തിന്റെ റേഡിയേറ്റിംഗ് എഫക്റ്റിനെ മാത്രം ബന്ധപ്പെടുത്തിയുള്ള ഒരു കണക്കാന്ന് പറയുന്നത്. ഒരെണ്ണത്തിന്റെ പൊട്ടൻഷ്യലിനെ പറ്റി നമ്മൾ പറയാണ്. അപ്പൊ അതുമായിട്ട് ഒരു ഒറ്റ സാധനത്തിന് മാത്രമേ ബന്ധം കാണത്തുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ നിങ്ങളുടെ ഒരു പൊട്ടൻഷ്യൽ, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ എടുക്കുക. അപ്പൊ ഒരു ഒറ്റ ഫാക്ടറുമായി ബന്ധപ്പെടുത്തിയാണ് നിങ്ങൾ പൊട്ടൻഷ്യൽ വരിക. ഇവിടെ ആ ഉള്ളി എന്നുള്ള വാക്ക് വളരെ അപകടകരമായിട്ടാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്, ഉള്ളി എന്ന് പറഞ്ഞ വാക്ക്. അപ്പൊ നിങ്ങൾ ചോദിക്കും ഉള്ളി എന്ന് പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റ്സും തെറ്റാണോ? അല്ല, കോണ്ടെക്സ്റ്റ് വെച്ച് നമ്മൾ ആലോചിക്കണം. ഈ കോണ്ടെക്സ്റ്റിൽ അത് തെറ്റാവാതിരിക്കാൻ പറ്റുമോ? അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇറ്റ്സ് എൻ എക്സ്ട്രീംലി റോങ് സ്റ്റേറ്റ്മെന്റ്. ഇത്രയും ഗ്ലോബൽ വാർമിങ്ങിന്റെ പൊട്ടൻഷ്യലിനെ അളക്കുന്ന ഒരേ ഒരു മാനദണ്ഡം അതിന്റെ റേഡിയേറ്റീവ് എഫിഷ്യൻസി മാത്രമാണെന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് അപ്പോഴേ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കണം അല്ലെ. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഉള്ള ഓപ്ഷൻസ് എല്ലാം എലിമിനേറ്റ് ചെയ്ത് എ പോയി, ബി പോയി, ഡി പോയി, സിയിലേക്ക് എത്തി. ഇവിടെ നമ്മൾ ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കാതെ തന്നെ ഉത്തരത്തിലേക്ക് എത്തി. ഈ ചോദ്യമൊക്കെയാണ് ആൾക്കാർ സ്കിപ്പ് ചെയ്യുന്നത്. ഈ ചോദ്യങ്ങൾ ആൻസർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, മറ്റുള്ളവരൊക്കെ മുന്നേറാൻ സാധിക്കുക. ഇത് പുതിയ പാറ്റേണിന്റെ ബ്യൂട്ടി ഇതാ. പുതിയ പാറ്റേണിൽ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് ക്യൂരിയോസിറ്റി കൂടും. അല്ലെങ്കിൽ ഇറ്റ്സ് എ ഫൺ ഗെയിം, ഫൺ ആണത്. പണ്ടത്തെ പോലെ റാങ്ക് ഫയൽ ഇന്നും ഇമ്പോർട്ടന്റ് തന്നെയാണ്. പക്ഷെ റാങ്ക് ഫയൽ പണ്ടത്തെ പോലെ റാങ്ക് ഫയൽ മാത്രം അതിന്റെ മണ്ടയിൽ ഇങ്ങനെ ഇരുന്നിരുന്ന് ചെയ്യിക്കുന്ന കാലം കഴിഞ്ഞു. റാങ്ക് ഫയലിനോടൊപ്പം നമ്മൾ ഇത്തരത്തിലുള്ള പുതിയ പുസ്തകങ്ങളും ടെക്നിക്കുകളും യൂസ് ചെയ്യണം.
ഈ ഒരു ചോദ്യം നിങ്ങൾ നോക്കിയേ, ജസ്റ്റ് എന്റെ കൂടെ ഇരുന്ന് ഈ ചോദ്യം ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയേ. നാഷണൽ സ്പേസ് ഡേ ഇന്ത്യയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ അതുമായി സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന എന്താ ചെയ്യും? നമ്മൾ സ്പീഡിനെ വായിക്കാൻ പറ്റണം. അപ്പൊ ഫിഫ്ത്ത് സ്റ്റേറ്റ്മെന്റ് കണ്ടോ? ഏത് ദിവസം, വാട്ടർ ഡേ ആയിക്കോട്ടെ, സ്പേസ് ഡേ ആയിക്കോട്ടെ, ചിൽഡ്രൻസ് ഡേ, വുമൻസ് ഡേ, അല്ലെങ്കിൽ വില്ലേജ് ഡേ, എക്സ് ഡേ, വൈ ഡേ, എന്ത് ഡേ ആണെങ്കിലും ആ ഒരു ദിവസം നമ്മൾ കമമറേറ്റ് ചെയ്യുന്ന എന്തിനാണ്? ആൾക്കാർക്കിടയിൽ അതിന്റെ അവയർനെസ്സും എന്തൂസിയാസം കൂട്ടാനാണ്, അല്ലെ? ഇൻഡിപെൻഡൻസ് ഡേ എന്തിനാണ് നമ്മൾ കമമറേറ്റ് ചെയ്യുന്നത്? ആൾക്കാർക്ക് അതിന്റെ അവയർനെസ്സും എന്തൂസിയാസം കൂട്ടണം. അപ്പൊ ഫിഫ്ത്ത് സ്റ്റേറ്റ്മെന്റ് ലോകത്തിലെ ഏത് ഡേയെ പറ്റി സംസാരിച്ചാലും ശരിയാവുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഫിഫ്ത്ത് സ്റ്റേറ്റ്മെന്റ് ഉള്ള രണ്ട് ഓപ്ഷൻ എയും ബിയും ആണ്. അപ്പൊ സിയും ഡിയും പോയി. അപ്പൊ ഇതിനകത്ത് രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്തുണ്ട്? 1, 3 and 5 ഉണ്ട്. 1ഉം 3ഉം 5ഉം ഉണ്ട്. അപ്പൊ ഇതിനെപ്പറ്റി നിങ്ങൾ ഇനി ആലോചിച്ച് ബേജാറാവണ്ട, വായിച്ച് പോലും നോക്കേണ്ട, അത് ശരിയാണ് ആ ചോദ്യം, അത്ര സ്റ്റേറ്റ്മെന്റ്സ്. ഇനി അടുത്തത് നമുക്ക് 50-50ലേക്ക് എത്താൻ പറ്റി. 50-50ലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചോദ്യങ്ങൾ ആൻസർ ചെയ്യണമെന്നാണ് പൊതുവെ പറയാറ്. പക്ഷെ ഇനി നമുക്കൊരു ലക്ക് ഫാക്ടർ കൂടെ വേണം. അതാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് ലക്ക് പല ചോദ്യങ്ങളും നിർണായകരമാണ്. നമ്മൾ നേരത്തെ കണ്ടതിനകത്തൊക്കെ ലോജിക്ക് മാത്രം മതി, ഇതിനകത്ത് കുറച്ച് ലക്കും കൂടെ വേണം. ഇതിന് ഉത്തരം എന്ത് വരും നിങ്ങൾ കമന്റ് സെക്ഷൻ ഒന്ന് പറഞ്ഞേക്കണേ. ഇതിന് ഉത്തരം എന്ത് വരും? ഇനി അങ്ങോട്ട് ഉത്തരത്തിലേക്ക് എത്തണമെങ്കിൽ കണ്ടന്റ് അറിഞ്ഞിരിക്കണം. നിങ്ങൾ കണ്ടന്റ് അറിയില്ലെങ്കിൽ നിങ്ങൾ ചോദ്യം അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ എ ആണോ ബി ആണോ ഉത്തരമായിട്ട് വരിക, ക്വസ്റ്റ്യൻ നമ്പറും കൂടെ പറഞ്ഞിട്ട് കമന്റ് ചെയ്യണേ. ഓക്കെ, 47ാമത്തെ ചോദ്യമാണ്. മറ്റു പല ആൾക്കാരെ കുഴപ്പിച്ചൊരു ചോദ്യം. ഇത് സിലബസിനകത്ത് ഇല്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വിഷമിക്കുന്നുണ്ട്. പക്ഷെ ഇത് സിലബസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിട്ട് കാണണ്ട, ഒരു റീസണിങ് അല്ലെങ്കിൽ ഒരു മെന്റൽ എബിലിറ്റി ചോദ്യമായിട്ട് കണ്ടാൽ മതി. ചോദ്യം എന്താ? ന്യൂട്ടന്റെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ്, അത് പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാ പാർട്ടിക്കിൾസും പരസ്പരം അട്രാക്ട് ചെയ്യും. അതിന്റെ ഫോഴ്സിന്റെ ഇക്വേഷൻ, അട്രാക്റ്റീവ് ഫോഴ്സിന്റെ ഇക്വേഷനെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ജിയും ആറും എന്താണെന്നാ ചോദ്യം. ഇവിടെ ബിയും സിയും എലിമിനേറ്റ് ചെയ്യാം. കാരണം എന്നത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സംഭവത്തിനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ ഒരിക്കലും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വരത്തില്ല. സോറി, ബിയും സിയും അല്ല, ബിയും ഡി എലിമിനേറ്റ് ചെയ്യുക. കാരണം 9.8 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് എർത്തിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ഇതൊരു യൂണിവേഴ്സൽ സാധനമാണ്. കാര്യം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓരോ സ്ഥലത്ത് ഓരോന്നാണ്. അപ്പൊ എന്തായാലും ബിയും ഡിയും വരത്തില്ല. ഒന്നുകിൽ എ അല്ലെങ്കിൽ സി ആയിരിക്കും ഉത്തരവായിട്ട് വരിക. ഇവിടെ എ എന്ന് പറയുന്നത് ന്യൂട്ടൺ കോൺസ്റ്റന്റ് ആണ്, ജി, ആൻഡ് ആർ ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് മാസസ് എന്ന് പറയുന്നത്. സിയിൽ പറയുന്നത് ആർ ഈസ് ദ റേഡിയസ് ഓഫ് ദ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. സി, ഇവിടെ ഒന്നിൽ കൂടുതൽ സാധനങ്ങൾ ഉണ്ടെങ്കിലല്ലേ പരസ്പരം അട്രാക്ഷൻ നടത്തുള്ളൂ. ഇവിടെ റേഡിയസ് ഓഫ് ദ പാർട്ടിക്കിൾ, ഏത് പാർട്ടിക്കിൾ റേഡിയസ് ആണ് നമുക്ക് ലോജിക്കലി കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ നോക്കിയാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് മാസസ്, രണ്ട് ഒബ്ജക്ട്സ്, അതായത് സെന്റർ ഓഫ് മാസസിന്റെ ഡിസ്റ്റൻസ്. അപ്പൊ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് എയിലേക്ക് എത്താൻ പറ്റേണ്ടതാണ്. ഇത് എളുപ്പപ്പണിയാന്നല്ല ഞാൻ പറയുന്നത്, ഈസി എന്നുള്ള വാക്കല്ല ഞാൻ പറയുന്നത്, സിമ്പിൾ ആയിട്ട്. ഇറ്റ് ഈസ് സിമ്പിൾ ബട്ട് നോട്ട് ഈസി. സിമ്പിൾ ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. സിംപ്ലിസിറ്റിയിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്, അല്ലെ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളിപ്പം ഓടാൻ തീരുമാനിച്ച ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാതെ സ്ക്രിപ്റ്റ് പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ പ്രിലിംസ് പാസ് ആയേക്കാം. പക്ഷെ മെയിൻസിലേക്ക് വരുമ്പോഴോ അവിടെ ഓരോ മാർക്കിനും വേണ്ടിയുള്ള ഫൈറ്റ് ആണ് നമ്മൾ നടത്തേണ്ടത്. അത് നമ്മുടെ ജീവിതത്തിന്റെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാറ്റേണിൽ മാക്സിമം ചോദ്യങ്ങൾ മാർക്ക്, സേഫ് മാർക്ക് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇനി ഇല്ല. കാര്യം കട്ട് ഓഫ് കൂടിക്കൂടി വരികയാണ്. സേഫ് മാർക്ക് എന്ത് മാർക്കാന്ന് പറയാൻ പറ്റില്ല. മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക, അതായിരിക്കും നമ്മുടെ ലക്ഷ്യം. ഒരു ടോപ്പേഴ്സ് മൈൻഡ് സെറ്റ്, അഗ്രസീവ് ആയിട്ട് മാർക്ക് സ്കോറിൽ ടോപ്പേഴ്സ് മൈൻഡ് സെറ്റ് ആണ് നമുക്ക് വേണ്ടത്. അവിടെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്കുകൾ നമ്മൾ എടുക്കും, നമുക്ക് റാങ്ക് അടിക്കാനും പറ്റും. ഇത് നിങ്ങളുടെ മനസ്സിലൊന്ന് വെക്കുക. കാര്യം നമുക്ക് ജീവിതമൊക്കെ ഒന്നേ ഉള്ളൂ. അത്യാവശ്യം റിസ്ക് എടുത്തൊക്കെ തന്നെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമുക്ക് എത്താനും പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു യാത്രയെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള ടെലിഗ്രാം ആൻഡ് യൂട്യൂബ് ചാനൽസ് ഉണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ, സബ് ഇൻസ്പെക്ടറിന്റെ ഒക്കെ മെയിൻസ് ബാച്ചുകൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിഗ്രി ലെവൽ ലോങ് ടേം ബാച്ചസും എല്ലാ ബാച്ചസും വളരെ അഫോർഡബിൾ ആയിട്ട് ഫീസ് സ്ട്രക്ചറിൽ ആഴത്തിൽ ഈ പറഞ്ഞ പാറ്റേണിൽ ഇൻഡെപ്ത് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അതിനോടൊപ്പം സ്മാർട്ട് വർക്കിന്റെ ഏറ്റവും എഫക്റ്റീവ് സ്ട്രാറ്റജികൾ നിങ്ങളിലേക്ക് തരും. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഡെമോ ക്ലാസ്സുകൾ സഹിതമായിരിക്കും നിങ്ങൾക്ക് തന്നുവിടുക. ക്ലാസിന്റെ ക്വാളിറ്റി നിങ്ങളുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ട് ക്ലാസ് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കി വിലയിരുത്താൻ പറ്റും. മാത്രമല്ല പുതിയ പാറ്റേണുള്ള ക്ലാസ്സുകളാണ്. അപ്പൊ ഈ ഒരു പാറ്റേണിൽ പഠിക്കാൻ റെഡി ആയിട്ടുള്ള വ്യക്തിക്ക് മാത്രമായിരിക്കും ക്ലാസ് കൊണ്ട് യൂസ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഡെമോ ക്ലാസ്സുകൾ എക്സ്റ്റെൻസീവ് ആയിട്ട് തരുന്നത്. അപ്പൊ കാണുക, വിലയിരുത്തുക. അപ്പൊ നിങ്ങളുടെ ഈ ഒരു യാത്രയിൽ യൂട്യൂബും ടെലിഗ്രാം വഴി ധാരാളം കണ്ടന്റുകൾ ഇനിയും തരുന്നതാണ്. ടെലിഗ്രാം കമ്മ്യൂണിറ്റി അംഗങ്ങളാവാതിരിക്കാൻ കമ്മ്യൂണിറ്റി അംഗങ്ങളാവാൻ ശ്രമിക്കാം. മുൻപ് ഞാൻ പറഞ്ഞ ചോദ്യം 50-50ലേക്ക് എത്തിയ ചോദ്യത്തിന് ഉത്തരം എന്ത് വരുമെന്ന് കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ. നമുക്ക് നോക്കാം എത്ര പേർക്ക് ശരിയാക്കാൻ പറ്റിയത്.